ഗൈസ് രാവിലെ തന്നെ ഈച്ച് നോക്കിയപ്പോൾ റീലാണ്ടാണ് സൂപ്പർമാൻ്റെ ഈ ഒരു മറ്റേ സ്കിന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല, നേരെ കയറി മാർക്കറ്റ് ഷോപ്പിൽ നിന്ന് സാധനം അങ്ങോട്ട് എടുത്തു. മോനെ ഏറെ സാധനം എന്ന് പറയും, ഫ്രീ ആയിട്ട് ഇമ്മാതിരി സാധനമൊക്കെ കൊടുത്തു. അല്ല നമുക്കാണ് സ്കിന്നൊക്കെ എടുത്തിട്ടാ, പക്ഷെ മൈൻക്രാഫ്റ്റ് ഫ്രീ ആയിട്ട് തരുമ്പോൾ അത് വേറൊരു സുഖല്ലേ. സോ എനിവേ ഞാൻ എന്തായാലും ജസ്റ്റ് മൈനിങ് ചെയ്യുന്നു, ബക്കറ്റ് ഉണ്ടാക്കാനില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മൈനിങ് ചെയ്യുന്നു. സോ അപ്പോൾ നമുക്ക് ഇന്ന് 2 ഫാം ഉണ്ടാക്കണം. സോ അതാണ് ഗോള്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. സോ ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇന്ന് 2 ഫാമൊക്കെ ഉണ്ടാക്കാനുള്ളതാണ്. സോ നമുക്ക് എന്തായാലും ഡയറക്റ്റ് എന്തായാലും പോവാം. സോ ഞാൻ എന്തായാലും ഇവിടെ കുറച്ച്, അതായത് -16ലാണ് അയണുള്ളതെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് നമ്മൾ 16ലാണ് നൈസായിട്ട് മൈൻ ചെയ്യാൻ വന്നിട്ടുള്ളത്. സോ അപ്പം ഞാൻ ആദ്യം 10ലേന്ന് കുഴിച്ച് പിന്നെ 16ലോട്ട് മാറി. നെക്സ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ചതിച്ച്. സോ എനിവേ എന്തായാലും നമുക്ക് മുകളിലോട്ട് ബ്രിഡ്ജ് ചെയ്ത് പോവാം. യെസ് ഗൈസ്, അങ്ങനെ എത്തിയിട്ടുണ്ട്. എത്ര താഴെയാണ് ഇപ്പം അയണൊക്കെ കിട്ടാൻ. 1.20 ഗൈസ് വേഗം കിട്ടിയേനെ. ഇപ്പം കറക്റ്റ് അളവൊക്കെ ഉണ്ട്. കറക്റ്റ് 16ലൊക്കെ എത്തിയാലേ അയണ കിട്ടുള്ളൂ. ഞാൻ 10ലൊക്കെ എത്ര കുഴിച്ചറിയോ, ഒരു തുള്ളി അയണ കിട്ടില്ല. സോ നമുക്ക് നൈസായിട്ട് ഇതുകൊണ്ട് സ്മെൽറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ കുറച്ച് പ്ലാൻ കല്ല് വേണം, നമ്മൾക്ക് കോള് ജസ്റ്റ് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. സോ അപ്പോൾ നമുക്ക് ഗൈസ് എല്ലാത്തിനും നല്ലൊരു ലക്ഷണമാണ് മഴ. സോ വലിയ കാര്യമാക്കണ്ട. സോ നമുക്ക് ജസ്റ്റ് ബക്കറ്റ് ഉണ്ടാക്കാനുള്ള അയൺ അയക്കണോ വെച്ച് നോക്കാം. ഓക്കെ യെസ് അയക്കുന്നത്. നമുക്കിത് ജസ്റ്റ് ഒരു ബക്കറ്റ് സെറ്റ് ചെയ്യാം. യെസ് ജസ്റ്റ് ഒരു ബക്കറ്റ്. യെസ് ആൻഡ് എനിവേ നമുക്ക് ജസ്റ്റ് വില്ലേജിൽ പോയിട്ട് കുറച്ച്, അതായത് സീഡ്സൊക്കെ കളക്ട് ചെയ്യാം. സോ നല്ലൊരു ലക്ഷണമാണ് മഴ. ഓക്കെ, വേമ്പനാട്ടുകായൽ തിരകൾ തിരക്കെന്തു തകതി വേമ്പനാട്ട്. ഓ ഇത് കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, അല്ലേനും കഴിഞ്ഞ വീഡിയോയിൽ തുടക്കത്തിൽ ഇതേ സംഭവം ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യം ഉണ്ടാവച്ചിരിക്കും. സോ എന്താ സംഭവം എന്ന് കഴിഞ്ഞ വീഡിയോൻ്റെ അതിൽ കമൻറ്റ് ചെയ്തില്ല. 0 വ്യൂസ്. യെസ് ഗൈസ്, നമ്മൾ വില്ലേജിലെത്തിയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഷുഗർ കെയിൻ എടുക്കാൻ, നമുക്ക് ഷുഗർ കെയിൻ ഫാം ഫസ്റ്റ് പണിയാം. എന്നിട്ട് നമുക്കൊരു ക്രോപ്പ് ഫാം തുടങ്ങാം. ജസ്റ്റ് കുറച്ച് സീഡ്സ് കളക്ട്. സീഡ്സേ ഇപ്പോൾ ഉള്ളൂ. ഈ വില്ലേജിലെ വല്ല പൊട്ടാറ്റോയോ ക്യാരറ്റോ എല്ലാം ഉണ്ടോ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ എന്താണ് ഉണ്ടാക്കും പണി. ആയിക്കോട്ടെ, നമ്മളിതിനൊന്നും ഇല്ലേ. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. ഇവിടെ എവിടെയും മറ്റേ ഫാർമർ ഒന്നും ഇല്ലേ. ഇവിടെ എവിടെയും ഗൈസ് ഒരു ഫാർമിങ് ഏരിയ പോലും ഇല്ല. ഗോളണ്ണോ, എൻ്റെ ബോഡി അണ്ണാ, ഇങ്ങനെയൊക്കെ വിരിച്ച് നടന്നാൽ മതിയോ. ഓക്കെ ഗൈസ്, ഇവിടെ കുറച്ച് ക്രോപ്സ് കാണുന്നുണ്ട്. സോംബീസ്. അയ്യോ അയ്യോ അയ്യോ, നമുക്ക് വേഗം പോയി കടന്നുറങ്ങാൻ. ഇല്ല ഇവന്മാരെ കഴിയുന്നതുകൊണ്ട് ഞാൻ ചാവും. ഞാൻ അത്ര വലിയ പ്രോയൊന്നുമില്ല. അതടുത്ത് ക്രീപ്പർ. ഒരു വീടെങ്കിലും ഒരു വീടെങ്കിലും ഇതിനകത്താണെങ്കിൽ ബെഡ് ഉണ്ടാവത്തില്ല. നോർമൽ വീട് വല്ലതും വല്ല നോർമൽ ഇവന്മാർ പുറകെ തന്നെ ഉണ്ടാവും. ഓ സീൻ. യെസ് അപ്പുറത്ത് ക്രീപ്പർ ഉണ്ട്, ഉറങ്ങാൻ പറ്റൂ. ഓക്കെ യെസ് ഗൈസ്, നമുക്ക് കഴിഞ്ഞാൽ ക്രോപ്സ് പോയി കളക്ട് ചെയ്യാം. എവിടെ ഞാണ്ടായിരുന്നത് തോണ്ട്, ഈ ഭാഗത്തായിട്ടാണ് തോന്നുന്നത്. അമ്മമാരൊക്കെ ചത്തിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. സോ ആ ക്രോപ്സ് അവിടെ പോയി ഉറങ്ങണീച്ചപ്പോൾ കാണാനില്ല. യെസ് ഗൈസ്, നമുക്ക് ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്യാം. ഇത് ബീട്രൂട്ടാണ്, ഇതൊന്നും ആവശ്യമില്ല. അല്ല ഗൈസ്, ശരിക്കും ഈ ബീട്രൂട്ട് എന്തിനാണ് ഈ മൈൻക്രാഫ്റ്റ് കൊണ്ടത്? ഒരു ഉപകാരമില്ല. ആദ്യം എൻ്റെ കോപ്പറിനെ കൊണ്ടായിരുന്നു. കോപ്പറിനോട് ഒരു ഉപകാരം ഇല്ലാണ്ട് ഇപ്പോൾ അതാ കോപ്പർ ചെസ്റ്റ് പ്ലേറ്റ്, അതിൻ്റെ ഡ്യൂറബിലിറ്റി ഏകദേശം മറ്റേ അയൻ്റെയും മറ്റേ ഇതല്ലേ, മറ്റേ ഏതായിരുന്നു സ്റ്റോണിൻ്റെ ഏകദേശം ഇടയിൽ നിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. സോ എന്തായാലും കൊള്ളാം. എനിക്ക് ആ കോപ്പർ കോളത്തിൽ ഉണ്ടാക്കി കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇത് എക്സ്പെരിമെൻറ്റിലോ അങ്ങനെ ഒന്നിലാണ് ഇട്ടത്. സോ ഇവന് ക്യാരറ്റ് കൊടുത്താലേ എമറാൾഡ് തരത്തുള്ളൂ. സോ ആ വഴി വിട്ടേക്കാം. സോ നമുക്ക് കുറച്ചുകൂടി ഷുഗർ കെയിൻ കളക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. യെസ്, ഇവിടെ കുറച്ച് ഷുഗർ കെയിൻ ഉണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്യാം.
ഓക്കെ ഗൈസ്, നമ്മൾ തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പണിയെടുക്കാം. ഒരു അഞ്ച് ബ്ലോക്ക് കുഴിച്ചു മാറ്റിയാൽ 5 ബ്ലോക്ക് ഒരു 5 ബ്ലോക്ക് കുഴിച്ചു മാറ്റിയത് നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഷുഗർ കെയിൻ ഫാം ആദ്യം സെറ്റ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്നത് തട്ടിക്കൂട്ട് സംഭവം ഒന്നുമില്ല. വീഡിയോ കുറച്ച് ലെങ്ത് ആക്കേണ്ടതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുരുത്തക്കേടൊക്കെ കാട്ടി വലിയ ഫാമാക്കിയിട്ടേ ഉണ്ടാക്കത്തുള്ളൂ. വാട്ടർ, പിന്നെയും വാട്ടർ, എഗെയിൻ വീണ്ടും ഇവിടെയും കൂടി ഒഴിച്ചെടുത്ത ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ്. അതിനെ എല്ലാ സ്ഥലത്തും ഒന്ന് ജസ്റ്റ് ആക്കാം. ഓക്കെ, ഇനി കുറച്ച് ചില ഡെക്കറേഷൻ പണികൾ. സുധീൻ്റെ കോപ്പി അടിച്ചൊരു സാധനം ഉണ്ട്, വെറൈറ്റി സാധനം. ഇപ്പം കാണിച്ചു തരാം. ട്രാക്ക് ഡോർ വെറൈറ്റി അല്ലേ ഗൈസ്? യെസ്, നമ്മളങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ കുറച്ച് കഴപ്പത്രം കാണിക്കാം. ഓക്കെ, അതും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഷുഗർ കെയിനൊക്കെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഷുഗർ കെയിൻ കഴിഞ്ഞ്. ഇനി കുറച്ചുകൂടി ഷുഗർ കെയിൻ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ എന്നിട്ട് ഞാൻ തരാം. ആദ്യമായി ഈ ബോൺ കയ്യിലോട്ട് എടുക്കുക ആൻഡ് ബോൺ മീലാക്കുക ആൻഡ് മായാജാല വിദ്യകൾ കാണിച്ച് ഇത് വളർത്തുക. ഓക്കെ, നമ്മുടെ ഷുഗർ കെയിൻ റെഡി. ഇത് നൈസായിട്ട് നമുക്ക് പറിച്ചെടുത്ത് നൈസായിട്ട് എല്ലാത്തിൻ്റെയും സൈഡിലായിട്ട് നമുക്ക് ജസ്റ്റ് വെക്കാം. ഈ ടോർച്ച് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒന്ന് പ്ലേസ് ചെയ്യാം. ഇവിടെയും കൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ കെയിൻ ഫാം റെഡി. ഇനി നമുക്ക് നൈസായിട്ട് ഒരു ക്രോ ഫാം തുടങ്ങാം. സോ അത് അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ലാഗ് അടിപ്പിക്കില്ല. ജസ്റ്റ് ഫോർ വാച്ച് ഇറ്റ്. ഓക്കെ, സോറി ഗൈസ്, ഈ ലാൻഡേണും കൂടി വെക്കട്ടെ. യെസ് ക്വീസ്, എന്ന് നമുക്ക് പണിയിലോട്ടെടുക്കാം. അടുത്ത ക്രോ ഫാം. ഓക്കെ, അങ്ങനെ നമ്മൾ രണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്നും പെട്ടെന്നല്ലേ ചെയ്ത് തീർത്തേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് നല്ലൊരു വീഡിയോ വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ഗൈസ്. ബൈ ഗൈസ്.